السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ആമുഖങ്ങളില്ലാതെ ഖുർആൻ എന്തുകൊണ്ട് ദൈവികമാവണം എന്ന വിഷയത്തെയാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. വളരെ ചുരുങ്ങിയ സമയമേ എൻ്റെ മുമ്പിലുള്ളൂ. നേരത്തെ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഫൈസൽ ഹസൻ ഉസ്താദ് ഓതിയ സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വാക്യം, അള്ളാഹു ഒരാളുടെയും ഉള്ളിൽ 2 ഹൃദയം നൽകിയില്ല എന്ന് പറയുന്നതിന് പകരം ഒരു പുരുഷൻ്റെയും ഉള്ളിൽ 2 ഹൃദയം നൽകിയില്ല എന്ന് പറഞ്ഞ ആ ഒരു സൂക്തത്തിൻ്റെ പദപരമായ സാങ്കത്യത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് വിശദീകരിച്ച് ഞാൻ എന്തുകൊണ്ട് ഖുർആൻ ദൈവികമാവണം എന്നതിലേക്ക് ചുരുക്കി വരും. ഫി ജോഫിഹി എന്നാണ് ഖുർആൻ്റെ പ്രയോഗം, ഉള്ളിൽ. സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ആ സംഭവത്തെക്കുറിച്ച് സുദൂറിലുള്ള കൽബ് എന്ന് ഖുർആൻ പറയാറുണ്ട്. സൂറത്തു അൽ ഹജ്ജിൻ്റെ 46-ാമത്തെ വാക്യം പരിശോധിക്കാം. വലാകിൻ തഅമ അൽ ഖുലൂബുല്ലദീ ഫിൽ അബ്സാർ. സൂറത്തുൽ അഹ്സാബിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരു പുരുഷൻ്റെയും ഉള്ളിൽ 2 ഹൃദയം നൽകിയില്ല എന്നുള്ളിടത്ത് സുദൂർ എന്നല്ല പറയണത്, ജൗഫ്, ഉള്ളിൽ നിന്നാണ്. ശരീരമാസകലം ഉൾക്കൊള്ളുന്നൊരു പ്രയോഗമാണ് ഉള്ളിൽ. നേരത്തെ പറഞ്ഞു, ഗർഭം ധരിക്കുന്ന ഒരു പെണ്ണിന് അവളുടെ ഉള്ളിൽ മറ്റൊരു ഹൃദയം ഉണ്ടാകും, സുദൂറിലുണ്ടാവില്ല. അവളുടെ ഉള്ളിൽ വേറെ ഹൃദയം ഉണ്ടാവും, ഓവറിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അത് അവളുടെ വയറുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്താണ്. നേരെ മറിച്ച് സുദൂർ, അവിടെ 2 ഹൃദയം ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു വെച്ചെടുത്തുനിന്ന് ഞാൻ അതിൻ്റെ ബാക്കി പറയാം. നേരത്തെ ബഷീർ ഉസ്താദ് പറഞ്ഞു ചാവുകടൻ ചുരുളുകളെ കുറിച്ച്. 1947 ഒരു മുസ്ലിം പയ്യനാണത് കണ്ടുപിടിച്ചത്. പിന്നീട് അത് വ്യാപാരമായിട്ട് പോയത് കുറേ മുസ്ലിം വ്യാപാരികളാണ്. ഇതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞപ്പോഴേക്ക് കുറേ ചുരുളുകൾ സ്ത്രീകൾ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നു. ബൈബിൾ കുറേ പോയി നർത്തം. ബഷീർ ഉസ്താദ് അവരുടെ ഒരു വാദം പറഞ്ഞു, ഞങ്ങളുടെ ചുരുള് വഴി അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടേതിന് ചുരുളില്ലാന്ന്. ആ ഒരു ആംഗിളിനെയാണ് ബഷീർ ഉസ്താദ് സമീപിച്ചത്. പക്ഷെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കുമ്രാൻ ചുരുളുകൾ കണ്ടെത്തിയതിന് ശേഷം നിലവിലുള്ള ബൈബിൾ ടോട്ടലി മാറ്റി എഴുതി. അതുവരെയുള്ളത് കിങ് ജെയിംസ് വേർഷനായിരുന്നു. കുമ്രാൻ ചുരുളുകളുമായി താരതമ്യം ചെയ്ത് പഠിച്ചു നോക്കുമ്പോൾ ഇത് ഭയങ്കരമായ വ്യത്യാസമുണ്ട്. കുമ്രാൻ ചുരുളുകൾ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോഴോ അത് ഏകദേശം യേശുവിൻ്റെ മുന്നേ 200ഓളം വർഷത്തിലേക്ക് പഴക്കമുണ്ട്. അപ്പോൾ അതാണ് കൂടുതൽ ഒതൻറ്റിക് എന്ന് കാലഗണന കൊണ്ട് മനസ്സിലാവും. നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളോ അതുമായി ഇതിന് വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കുമ്രാൻ ചുരുളുകൾക്ക് ശേഷം ബൈബിൾ മുഴുവനായിട്ട് പൊളിച്ചെഴുതിയിട്ട് കിങ് ജെയിംസ് വേർഷന് പകരം റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനായി വന്നത്. ഇതിൻ്റെ ആമുഖത്തിൽ അവർ എഴുതി വെച്ചൊരു വാക്ക് ഇപ്പോഴും ഉണ്ട്. കുമ്രാൻ ചുരുളുകൾ ലഭിച്ചതിന് ശേഷം ബൈബിൾ പഠനത്തിൽ കുറേ പുരോഗതി വന്നപ്പോൾ അതും നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളും നിരവധിയായ പ്രശ്നങ്ങളും വൈരുദ്ധ്യങ്ങളും കുഴപ്പങ്ങളും ബോധ്യപ്പെട്ടപ്പോൾ കുമ്രാൻ ചുരുളുകൾ ഡിപ്പെൻഡ് ചെയ്ത് മാറ്റി എഴുതിയ ബൈബിളാണിത് എന്നും പറഞ്ഞിട്ടാണ് ബഷീർ ഉസ്താദ് പറഞ്ഞത്. ഞങ്ങളുടെ കുമ്രാൻ ചുരുൾ വഴി അത് ഒതൻറ്റിസിറ്റി തെളിഞ്ഞിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടും എന്നുള്ളതാണ്. അതിനുള്ള മറുപടി ഉസ്താദ് പറയുകയും ചെയ്തു. മറ്റൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ആ കുമ്രാൻ ചുരുളുകൾ വഴി നിലവിലുള്ള ബൈബിളിൻ്റെ എല്ലാ ആധികാരികതയും തകരുകയാണ് ചെയ്തത്. ഇപ്പോഴും ബൈബിളിൽ കാണാം യുദ്ധങ്ങളുടെ പുസ്തകം. ആ യുദ്ധങ്ങളുടെ പുസ്തകം എന്ന് പറയുന്ന സാധനം ബൈബിളിൽ ഇപ്പല്ലേ ഇല്ല. നാഥാൻ്റെ പുസ്തകം എന്ന് ബൈബിളിൽ പരാമർശമുണ്ട്. നാഥാൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ കാണാമല്ലോ എന്ന് 2 രാജാക്കന്മാരുടെ 12-ാം അധ്യായത്തിൽ എങ്ങാണ്ട് നമുക്ക് കാണും. പക്ഷെ അങ്ങനെ ഒരു പുസ്തകം ഇപ്പോൾ ബൈബിളിലില്ല. ഈ സാധനങ്ങളൊക്കെ എങ്ങനെ നശിച്ചുപോയി? അതാണ് ഞാൻ പറഞ്ഞത്, കുറേ പേപ്പറുകൾ പെണ്ണുങ്ങൾ അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ദൈവികമായിരിക്കണം. എന്തുകൊണ്ട്? അതല്ലെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതാവണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധ്യമാണോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നബിയെക്കുറിച്ച് വിശേഷിപ്പിച്ചതാണ് അവിടുന്ന് ഉമ്മിയാണ് എന്നത്, നിരക്ഷരൻ. സൂറത്തു അൽ അഹ്സാബിൻ്റെ 57-ാമത് വചനം.
അന്നബിയൽ ഉമ്മിയല്ലതി, ഞാൻ ആ ഭാഗം മാത്രം പറയുന്നു. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയല്ലതി, ഉമ്മിയ് നിരക്ഷരൻ. ഇതേ പദം അടുത്ത സൂറത്തിൽ അടുത്ത ആയത്തിലും ആവർത്തിക്കുന്നു. സൂറത്തുൽ ജുമഅയുടെ 2-ാമത്തെ വാക്യത്തിൽ ഉമ്മിയീന റസൂലൻ മിൻഹും വല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, നിരക്ഷരരാവുന്ന അറേബ്യൻ സമൂഹത്തിൽ അവരിൽ നിന്നുള്ള ഉമ്മിയായ പ്രവാചകനെ ഇർസാല് ചെയ്ത അല്ലാഹു. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരക്ഷരനായി വളർന്നത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിന്റെ 49-48 വചനങ്ങളിൽ അതിന് ഉത്തരം പറയുന്നുണ്ട്. മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ ഇർതാബൽ മുബ്തിലൂൻ. അങ്ങ് ഇതിന്റെ മുമ്പ് ഒരക്ഷരം എഴുതിയിട്ടില്ല, ഒരു പുസ്തകവും വായിച്ചിട്ടുമില്ല. അല്ലായിരുന്നുവെങ്കിൽ അറബി സാഹിത്യത്തിലും ഇസ്ലാമിക വിജ്ഞാനത്തിലും PhD നേടി ധാരാളം MA-കളൊക്കെ ഉള്ള ഒരാളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്കിൽ ഇത് നബി എഴുതി ഉണ്ടാക്കിയതാണെന്ന് തെറ്റിദ്ധരിക്കാമായിരുന്നു, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അതിനൊരു സാധ്യതയേ ഇല്ല. എന്തുകൊണ്ട്? അങ്ങ് ഇതുവരെ ഒരു അക്ഷരം വായിച്ചയാളല്ല, അങ്ങ് ഇതുവരെ ഒരു പദം പോലും എഴുതിയ ആളുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ ഉടനീളം അതിന് തെളിവ് കാണും. ഹുദൈബിയ സന്ധി നടക്കുന്നത് നുബുവത്തിന്റെ 6-ാം വർഷത്തിലാണ്. പിന്നീട് 3-3.5 കൊല്ലം മാത്രമാണ് ഹബീബായ നബി തങ്ങൾ ജീവിച്ചത്. ആ ഹുദൈബിയ സന്ധി എഴുതിയ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി എന്ന് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി ആകുന്ന മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ അതിനെ തിരുത്തി, ഒരിക്കലും ഇത് എഴുതാൻ പാടില്ല. മുഹമ്മദ് നബി റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ പിന്നീട് ഈ തർക്കത്തിനൊന്നും ഒരു അർത്ഥമില്ല. അതുകൊണ്ട് അത് തിരുത്തണം. പ്രതിപക്ഷത്തെ മാനിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുന്നു. അലിയാർ തങ്ങളോട് അത് തിരുത്താൻ പറയുന്നു. അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ കൈകൊണ്ട് എഴുതിയ റസൂലുള്ള വെട്ടാൻ എനിക്ക് സാധ്യമല്ല. റസൂലിൻ്റെ കൽപ്പന കേൾക്കാത്തതുകൊണ്ടല്ല, ബഹുമാനത്തിൻ്റെ ആ ഊക്കുമുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളോട് പറയുന്ന ഒരു വാക്യം ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ കാണാം. ആ റസൂലുള്ള എന്നുള്ള പദം ഒന്ന് കാണിച്ചു തരുന്ന, അരിനി മക്കാനഹ, ആ സ്ഥലം ഒന്ന് കാണിച്ചു തരുന്ന. അലിയാർ തങ്ങൾ കാണിച്ചു കൊടുത്തു, ഇതാണ് റസൂലുള്ള. ഫമഹാ, റസൂൽ തങ്ങൾ അത് മായ്ച്ചു കളഞ്ഞു. മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി എന്നുള്ള ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ള എന്ന പദം ഏതാണെന്ന് ഹബീബായ നബി തങ്ങൾക്ക് വായിക്കാൻ അറിയുമെങ്കിൽ നേരെ എടുത്തിട്ട് മായ്ച്ചു കളഞ്ഞാൽ മതി. പക്ഷേ അലിയാർ തങ്ങളോട് ആ സ്ഥലം ഏതാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറയാം. എന്നിട്ടാണ് റസൂലുള്ളാഹി തങ്ങളത് മായ്ച്ചു കളയുന്നത്. അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും ഹബീബായ നബി തങ്ങൾ നിരക്ഷരനായിരുന്നു. ഇബ്നു കസൂർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, റസൂൽ മരിക്കുവോളം നിരക്ഷരനായിരുന്നു. സൂറത്തുൽ അങ്കബൂത്തിന്റെ 48-ാമത് വാക്യം വിശദീകരിച്ചുകൊണ്ട്. നിരക്ഷരനായ ഒരാൾ അന്നത്തെ മഹോജ്വലരായ സാഹിത്യ വല്ലഭന്മാരെ അന്തം വിടിപ്പിച്ച ഈ ഒരു സാഹിത്യ സൃഷ്ടിയുമായി എങ്ങനെ കടന്നു വരും? അതുകൊണ്ടാണ് സൂറത്ത് അൽ ബഖറയുടെ 23-ാമത്തെ വാക്യത്തിൽ വലൗ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ആ ഹി എന്നുള്ള സർവനാമം റസൂലിലേക്ക് മടങ്ങുന്ന ഒരു വിശദീകരണമുണ്ട്. മുഹമ്മദ് നബിയെ പോലെയുള്ള ഒരാളിൽ നിന്ന്, സമ്പൂർണ്ണ നിരക്ഷരനായ ഒരാളിൽ നിന്ന് അങ്ങനത്തെ ഒരു അധ്യായം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന്. കാരണം റസൂൽ നിരക്ഷരനായിരുന്നു. അവിടുന്ന് ഔദ്യോഗികമായ വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് റസൂൽ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ അൽ ബഖറ പോലെയുള്ള വലിയ തൊവീലായ അധ്യായം വേണ്ട, സൂറത്തുൽ കൗസർ പോലെയുള്ള ഒറ്റ വരിയിൽ എഴുതാൻ പറ്റുന്ന അധ്യായം പോലും നിങ്ങളൊന്ന് കൊണ്ടുവരുമെന്ന് ഖുർആൻ വെല്ലുവിളിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ദൈവികമാണെന്നതിന് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന 1-ാമത്തെ വെല്ലുവിളിയാണ് അൽ ബഖറ സൂറത്തിന്റെ 23-ാമത് വചനം. ഓറിയന്റലിസ്റ്റുകളിലൊക്കെ എത്ര വലിയ സാഹിത്യകാരന്മാരുണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കുക. അറബി ഭാഷയിൽ സമൃദ്ധമായ സംഭാവന നൽകിയവർ. അത് അറബി ഭാഷയെ സ്നേഹിച്ചിട്ടല്ല. അവരുടെ പിൽക്കാലത്ത് വരുന്ന ഓറിയന്റലിസ്റ്റ് മിഷനറിമാർക്ക് ദഅവത്ത് സൗകര്യപ്പെടാൻ വേണ്ടി അവർ ഹദീസിന്റെ ഇൻഡെക്സ് പോലും നിർമ്മിച്ചു. ഒരു ഹദീസ് എവിടെ നിന്ന് കിട്ടാൻ അന്ന് നമ്മളടുത്ത് സംവിധാനങ്ങളുണ്ട്. നേരെ മറിച്ച് അന്ന് അതില്ലായിരുന്നു. അതുകൊണ്ട് 2-3 ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ ജീവിതം അങ്ങോട്ട് മാറ്റിവെച്ച് ഹദീസിന് ഇൻഡെക്സ് ഉണ്ടാക്കി. തഹാറത്തിനെ പറ്റി ഒരു ഹദീസ് കിട്ടണമെങ്കിൽ അത് ബുഖാരി ഷരീഫിൽ എവിടെയാണ്, മുസ്ലിം ഷരീഫിൽ എവിടെയാണ് എന്നവർ കണ്ടുപിടിച്ചു. എന്തിന്? നമ്മളെ സഹായിക്കാനല്ല. നേരെ മറിച്ച് പിന്നീട് വരുന്ന ഓറിയന്റലിസ്റ്റ് മിഷനറിക്ക് ഇസ്ലാം വിമർശനം സൗകര്യമാവാൻ ഇങ്ങനെ ഒരു സംഗതി ചെയ്തു വെക്കണം.
നമ്മൾ ഇന്നും പള്ളി ദർസുകളിലും കോളേജുകളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന അറബി ഭാഷാ നിഘണ്ടുവാണ് അൽ മുൻജിദ്. തടിച്ച വലിയ അറബിക് നിഘണ്ടു, ഡിക്ഷണറി. അത് നിർമ്മിച്ചത് ആരാണ്? ലൂയിസ് അല്ല, ഫാദർ ലൂയിസ്. അത് നിർമ്മിച്ചത് ആരാണ്? ഫാദർ ലൂയിസ്. ഇയാളെപ്പോലെയുള്ള അതിപ്രഗത്ഭരായ ഭാഷാ പണ്ഡിതന്മാർ ഇസ്ലാം വിമർശകരിൽ ഉണ്ടായിരുന്നിട്ടും ഇന്നും അറബി പഠിക്കാൻ ഏറ്റവും നല്ല സൗകര്യം സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള ക്രൈസ്തവ നാടുകളിലാണ്. മദീന യൂണിവേഴ്സിറ്റിയെ പോലും വെല്ലും വിധം അറബി ഭാഷ പഠിക്കാൻ അവിടെ സംവിധാനമുണ്ട്. എന്തിന്? അത് പഠിച്ചിറങ്ങിയിട്ട് വേണം ഖുർആനെ വിമർശിക്കാൻ. ഇത്രമേൽ അറബി ഭാഷയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ശത്രുക്കൾ പല ഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നിട്ടും എന്തുകൊണ്ട് ഇൻകുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, ഖുർആനിന് സമാനമായ ഒരു അധ്യായം കൊണ്ടുവരുമെന്ന വെല്ലുവിളി അവർക്ക് സ്വീകരിക്കാൻ പറ്റണില്ല. പലപ്പോഴും കൊണ്ടുവന്നു. അൽഫീൽ വമാ അദ്റാക മൽഫീൽ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു. അത് ഖുർആനിന്റെ ടൂൺ അപ്പടി കോപ്പി അടിച്ചതാണ്. സാഹിത്യരംഗത്ത് അതിന് നിലനിൽപ്പേ ഇല്ല. MT വാസുദേവൻ നായരുടെ മഞ്ഞ് കോപ്പി അടിച്ചതാണെന്ന് മലയാള സാഹിത്യത്തിൽ ആരോപണമുണ്ട്. എന്തുകൊണ്ട്? ഹിന്ദി പുസ്തകമാകുന്ന മഞ്ഞുമായി ബന്ധപ്പെട്ട ആ കൃതിയിൽ 2 അന്ധന്മാർ കടന്നു വരുന്നു എന്നുള്ളിടത്ത് MTയുടെ കൃതിയിൽ കണ്ണ് കാണുന്ന ആൾ പോകുന്നു എന്നാണ്. ഇത്ര ആയാൽ പോലും അത് കോപ്പിയാണ്, സാഹിത്യ ചോരണമാണ്. നമുക്കറിയാം, സുമർ അഴീക്കോടിന്റെ തത്വമസി എന്ന പുസ്തകം മാക്സ് മുള്ളറിൽ നിന്ന് കട്ടതാണെന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ വിവാദങ്ങളുണ്ടായി. വീരേന്ദ്രകുമാറിനെ പോലെയുള്ളവരും അയാളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാടിനെ പോലുള്ളവരും നിരവധിയായ എഴുത്തുകുത്തുകൾ നടത്തി. എന്തുകൊണ്ട്? മാക്സ് മുള്ളറുടെ രീതി ഇദ്ദേഹത്തിലും കാണുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ അൽഫീൽ എന്നുപോലെയുള്ള ആയത്തുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഖുർആനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ അത് ഖുർആൻ അറബി സാഹിത്യത്തിന് സമർപ്പിച്ച അൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ എന്നതിൻ്റെ നേർക്കുനേർ ടൂൺ കോപ്പിയടിയാണ്. ഒന്ന്. രണ്ടാമതായി, നമ്മുടെ നാട്ടിലൊക്കെ പലരും അതുമായി ഇറങ്ങി വന്നു. പക്ഷെ അവർക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ കൊറോണ കാലത്താണ് സൂറത്തുൽ കോവിദ് പുറത്തു വന്നത്. അൽ കോവിദ് എന്നും പറഞ്ഞിട്ട് അൽ ഫൈറൂസിൽ മുബീദ് വല്ലജുബു അൻ ജാഅഹും മിനസ് സീനിൽ ബഈദ് വഖാലൽ കാഫിറൂന ഹാദാ മറദുൻ അത്വീദ് കല്ലാ ബൽ ഹുവൽ മൗത്തുൽ ലക്കീദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലൊരു പൊട്ടൻ അത് വെച്ച് പ്രസംഗിക്കുകയും ചെയ്തു. സുന്നി വയസ്സ് പോലെയുള്ള നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ മറുപടിയുടെ ഇറങ്ങിയോടുകൂടെ മൂപ്പരുടെ പ്രസംഗം ഡിലീറ്റ് ചെയ്തോടി. എന്താ കാര്യം? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. അൽ കോവിദ് കൊറോണയാണേ സത്യം, വൽ ഫൈറൂസിൽ മുബീദ് കുരുത്തം കെട്ട വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന വൈറസാണ് സത്യം. ഇയാള് ഒപ്പിക്കാൻ വേണ്ടി പിന്നീട് ശ്രമം നടത്തുകയാണ്. വല്ലജിബു അൻ ജാഅഹും മിനസ് സീനിൽ ബഈദ്, വിദൂരത്തുള്ള ചൈനയിൽ നിന്നത് വന്നു എന്ന് കേട്ടിട്ട് വല്ലാത്തൊരു അത്ഭുതം. ചൈനക്കാരെങ്ങനെ ആയത്തോത്? ഓൽക്ക് വിദൂരത്താണോ ചൈന? ഓല നാടല്ലേ? നമ്മളെങ്ങനെ ഓതുക? നമ്മുടെ അയൽവാസി നാടല്ലേ, നമുക്ക് വിദൂരല്ലല്ലോ. ആരാ കാഫിർ? യുക്തിവാദിയുടെ അഭിപ്രായത്തിൽ കാഫിർ പറഞ്ഞോലോ ഇതൊരു വല്ലാത്ത രോഗമാണ്. ആരാ യുക്തിവാദിക്ക് കാഫിർ? കാഫിരിങ്ങളെ അത് പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സാങ്കേതിക അനുസരിച്ചുള്ള കാഫിറാണെന്ന് നോക്കുക. മുസ്ലിങ്ങളും പറഞ്ഞില്ലേ ഇതൊരു വല്ലാത്ത രോഗം തന്നെയാണെന്ന്. പൊട്ടപ്പോയത്തും നോക്കുങ്ങൾ. അടുത്ത പോയിന്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കുങ്ങൾ. വളരെ മാരകാണ്. എന്താന്ന് വെച്ചാൽ അത് ഒരു രോഗമാണെന്ന് അവർ പറഞ്ഞു. കല്ല, അവർ പറയണത് ശരിയല്ല. പിന്നെ വൽഹുവൽ മൗത്തുൽ ലക്കീദ്, അത് ഉറപ്പിച്ച മരണമാണ്. കൊറോണ പിടിച്ച് ലോകത്ത് 1% ആൾ പോലും മരിച്ചിട്ടില്ല. ഇത് ഇയാളെ എഴുതുന്നത് എപ്പോഴാണെന്നറിയോ? ഈ 24 മൊട്ടൊക്കെ ഇങ്ങനെ വന്നു അവൻ അവിടെ ചാടിക്കാൻ കയറി, പിന്നെ ഒന്ന് മൂത്രയിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് ഗ്രാഫൊക്കെ വരച്ച് ഓകം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ പിടിച്ചോ മരിച്ചു എന്നുള്ള രീതിയിൽ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്ന സമയത്താണ് ഈ ചെങ്ങാതി ഈ ആയത്തുണ്ടാക്കുന്നത്. അപ്പോൾ ഓൻ പറഞ്ഞു, കല്ല കാഫിരിങ്ങൾ പറഞ്ഞത് ശരിയല്ല കേട്ടോ, ബൽഹുവൽ മൗത്തുൽ ലക്കീദ്, അത് ഉറപ്പിച്ച മരണമാണ്. കൊറോണ പിടിച്ച 1% പോലും മരിച്ചിട്ടില്ല. ആ മരിച്ചവർ തന്നെ കൊറോണ കൊണ്ടാണോ അതോ മറ്റു രോഗങ്ങൾ കൊണ്ടാണോ എന്ന് ശാസ്ത്രലോകത്ത് ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. ഇതിന്റെ ബാക്കിയും കൂടി ഉണ്ട്, എനിക്ക് ടൈമില്ല. സാബൂനിൽ ജദീദ്, കാരണം ഒപ്പിക്കണവന് പുതിയ സോപ്പ് എടുത്ത് കൈ കഴിക്കോളൂ. പഴയ സോപ്പ് കൊണ്ട് കൈയാൽ എന്താ? ഓരോ കയ്യകളിലും ലൈഫ് ബോയിന്റെ കൂട് പൊട്ടിക്കണം എന്നുണ്ടോ? ഇല്ല. ഇതാണ് മനുഷ്യൻ ഖുർആനെ വെല്ലുവിളിച്ചാൽ ഉണ്ടാകുന്ന സംഭവം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമതായി ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദമുണ്ട്. സൂറത്തു അൽ ഇസ്രാഇന്റെ സൂറത്തു നിസാഇന്റെ 82-ാമത്തെ വാക്യം.
വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹു അല്ല ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ അതിൽ നിരവധിയായ വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. ഖുർആൻ തുറന്ന പുസ്തകം എല്ലാവരുടെ അടുത്തും. രണ്ടാളൊപ്പം ഇങ്ങനെ ഓതിയ പോരെ? രണ്ട് വിമർശകർ ഇതും വൈരുദ്ധ്യമാണെന്ന് അവർക്ക് കണ്ടുപിടിച്ചൂടെ? ചില വൈരുദ്ധ്യങ്ങൾ എന്നൊക്കെയുള്ള പേരിൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ആയത്തൊക്കെ ഉണ്ടാക്കിയ പോലെ ചിലതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ ഇടയിൽ പോലും നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ കശാഫ് പോലെയുള്ള തഫ്സീറൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം എന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വൈരുദ്ധ്യമല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഇത് വൈരുദ്ധ്യം ആവാതിരിക്കണതിൻ്റെ അത്ഭുതം എന്താണ്? 23 വർഷം കൊണ്ട് വിവിധ സന്ദർഭങ്ങളിൽ എഴുത്തറിയാത്ത റസൂൽ തങ്ങൾക്ക് അവതരിച്ച് അവിടുന്ന് പല ഘട്ടങ്ങളിലായി ഇറക്കിയ ഒരു കാര്യമാണ്. എന്നിട്ടതിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ് അത്ഭുതം. ഈ മാസം ഏതാ? ദുൽഖഅദ് തുടങ്ങിയല്ലേ? അത് ഇന്നലെ തന്നെയാണ്. നമുക്ക് ഇനി മെയ് എടുക്കാം. മെയ് ഇന്നിപ്പോൾ എത്ര? 10 11 മെയ് 1-ാം തീയതി എന്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും? ആകെ 10 ദിവസമായിട്ടുള്ളൂ. നമ്മളാ ഈ തൊഴിലാളി ദിനത്തിൽ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നായിരിക്കും ഓർമ്മ ഉണ്ടാവും? ഇല്ലല്ലേ? 23 കൊല്ലം ഒരു ലോങ് പീരീഡാണ്. ആ പീരീഡിനിടയിൽ മുത്തറസൂൽ ഒരിക്കൽ പറഞ്ഞത് ഇതിനോട് വിരുദ്ധമാകാൻ പാടില്ല. ചില ആയത്തുകൾ അതിസങ്കീർണമായ സന്ദർഭത്തിൽ ഇറങ്ങുക. സൂറത്ത് ആൽ ഇംറാന്റെ 144-ാമത്തെ വചനം. ഉഹദിന്റെ രണാങ്കളത്തിൽ മുത്തറസൂൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് മാ കാന മുഹമ്മദുൻ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫ ഇമ്മാ തൗഖുതിലൻ ഖലബതും അലാ അഖാബികും എന്നുള്ള ആയത്ത് ഇറങ്ങുന്നത്. ആലോചിച്ച് നോക്കൂ. ഉഹദിന്റെ രണാങ്കളത്തിൽ അതിസങ്കീർണമായ ഒരു സന്ദർഭത്തിൽ ഹബീബായ നബി തങ്ങൾ ഇതുവരെ എന്തൊക്കെയാ ഇറങ്ങിയത്? ഏതൊക്കെ ആയത്താ അപ്പം ഞാൻ പറഞ്ഞത്? അതിനോട് വിരുദ്ധമല്ലാത്തൊന്ന് ഇറക്കണമല്ലോ എന്ന് ആലോചിക്കുമോ? എന്നിട്ട് പോലും അതിലൊരു വൈരുദ്ധ്യമില്ല. റസൂൽ എല്ലാ ദിവസവും എഴുതി വെച്ചിട്ട് ആ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വരാറ്. വായിക്കാൻ അറിയില്ലല്ലോ. അപ്പം അള്ളാഹു ഖുർആനിൽ മുന്നിട്ട് വെക്കുകയാണ് ഇതിൽ വൈരുദ്ധ്യമല്ല എന്നുള്ള ദൈവികതയ്ക്ക് തെളിവ്. ഖുർആൻ ദൈവികമാണെന്നുള്ളതിന് 1000 ദിവസം പറഞ്ഞാലും തീരൂല. അള്ളാഹു നമ്മെ ഖുർആൻ്റെ അഹ്ലുകാരാക്കി മാറ്റുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.